And next, iOS 26.1 ബീറ്റ 1 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 7.73 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ കുറേ ഡിവൈസുകൾക്ക് 12 GB 15 GB വരെ ഒരു അപ്ഡേഷൻ സൈസ് പോയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബീറ്റാസ് റിലീസ് ചെയ്യുന്നുണ്ട്. iOS, iPadOS, macOS, watchOS എന്നിങ്ങനെ കുറേയധികം ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ iOSനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും എല്ലാ കാലമാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ ദിസ് ഈസ് യു ബിൻ സേവിയ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യം ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് നേരെ സെറ്റിംഗ്സിലേക്ക് പോകാം. സെറ്റിംഗ്സിൽ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും iOS 26.1 23B5044 എന്ന ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു iOS 26.1 കുറേയധികം ബീറ്റാസ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴാണ് എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ആൻഡ് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസിന് അത് കുറയാനും റിസോൾവ് ആകാനും ചാൻസ് ഉണ്ട്. ഇനി ഈ അപ്ഡേഷനിൽ വന്ന മേജർ അപ്ഡേറ്റ് ആണ് ആപ്പിൾ ഇന്റലിജൻസിൽ വന്ന ആഡഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആപ്പിൾ ഈ ഒരു വട്ടം കുറച്ചധികം പുതിയ ലാംഗ്വേജുകൾ ഈ പറഞ്ഞ ആപ്പിൾ ഇന്റലിജൻസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ട്രഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഡാനിഷ്, ഡച്ച് എന്നിങ്ങനെ കുറേയധികം പുതിയ ലാംഗ്വേജ് ആപ്പിൾ ഇന്റലിജൻസിലും എയർപോർട്ട്സിലെ ലൈവ് ട്രാൻസ്ലേഷനിലും ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ വന്ന ഏറ്റവും കൂളസ്റ്റ് ആയ ഫീച്ചർ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ കുറേയധികം ഓസം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. പേഴ്സണലി ഞാൻ കുറേ നാളുടെ ആഗ്രഹിച്ച കുറേ ചേഞ്ചസും ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. യൂഷ്വലി നമുക്ക് ഇപ്പോൾ ഈ ഒരു ട്രാക്ക് എടുക്കാം, അത് പ്ലേ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് പ്ലേ നെക്സ്റ്റ് കൊടുത്തു. നമ്മൾ പൊതുവെ ഈ പറയുന്ന പ്ലേനെസ് അല്ലെങ്കിൽ ക്യൂവിൽ ആഡ് ചെയ്ത പാട്ട് മാറ്റുന്നത് ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് ബട്ടണിൽ ടാപ്പ് ചെയ്താണ്. പക്ഷേ ഇനി മുതൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ ഇതേപോലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് ആക്സസ് ചെയ്യാം. ഇത് പ്രീവിയസ് സോങ്ങിലേക്ക് പോകണമെങ്കിലും അതേപോലെ സ്വൈപ്പ് ചെയ്താൽ മതി. ഈ ഒരു സ്വൈപ്പിംഗ് ഗസ്റ്റർ നമുക്കിപ്പോൾ കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നൗ പ്ലേയിങ് ബാറിലും നമുക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ ഈ പറയുന്ന നൗ പ്ലേയിങ് ബാറിലും ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ ഈ ഒരു ട്രാക്ക് മാറിയത് കാണാൻ പറ്റും. ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മ്യൂസിക് ഫോർവേഡും ബാക്ക്വേർഡും പോകാനായിട്ട് ഇനി മുതൽ ഈ ഒരു സ്വൈപ്പ് ഗസ്റ്ററിൽ ആക്സസ് ചെയ്യാം. ഇത് മാത്രമല്ല നമ്മുടെ ലോക്ക് സ്ക്രീനിലും ആ ഒരു ചേഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാം. ജസ്റ്റ് ആ ഒരു ലോക്ക് സ്ക്രീൻ ആക്സസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്. പാട്ട് പ്ലേ ചെയ്തിട്ട് ജസ്റ്റ് ലോക്ക് സ്ക്രീനിൽ പോയി ജസ്റ്റ് ലോക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു മ്യൂസിക്കിൻ്റെ ആർട്ട് കവർ വെക്കുമ്പോൾ ഈ ഒരു ടൈമിൻ്റെ ആ ഒരു ഫോണ്ട് മാറുന്ന കാണാം. ജസ്റ്റ് കണ്ടോ, ആ ഒരു സമയത്തിൻ്റെ ഫോണ്ട് പോകുന്ന ആനിമേഷൻ ഇപ്പോൾ ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം. ആ ഒരു ടൈം നേരെ പൊക്കത്തേക്ക് പോയി ഒന്നുകൂടെ ടൈം ചെയ്യുമ്പോൾ ആ ഒരു ടൈം പൊക്കത്തു നിന്ന് താഴത്തേക്ക് വന്നും ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ബിൽഡിങ് ചെയ്തിട്ടാണ്. അടുത്ത് വരുന്ന ആപ്പിൾ മ്യൂസിക്കിൻ്റെ ചേഞ്ചാണ്. നമ്മൾ 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഗോ ടു എന്ന് പറഞ്ഞിട്ട്. അതൊരു സെപ്പറേറ്റ് ഓപ്ഷനാണ്. ഇതേപോലെ ആർട്ടിസ്റ്റും പ്ലേലിസ്റ്റും ആൽബവും നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഗോ ടു എന്ന് പറയുന്ന സിംഗിൾ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. മേ ബി iPhone 11 ആയതുകൊണ്ടായിരിക്കും ആ ഒരു ഓപ്ഷൻ കാണിക്കാത്തത്. ഇവിടെ ഈ പറഞ്ഞ 3 ഡോട്ട്സ് ടാപ്പ് ചെയ്യുമ്പോൾ ഗോ ടു എന്ന ഓപ്ഷൻ എനിക്ക് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ഗോ ടു എന്ന ഓപ്ഷൻ ആപ്പിൾ മ്യൂസിക്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ ഫോട്ടോസ് ആപ്പിലാണ്. നേരെ ഫോട്ടോസ് ആപ്പ് എടുക്കാം. ഫോട്ടോസ് ആപ്പിൽ നമുക്ക് ഈ പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ പുതിയ ഒരു സ്ക്രബ്ബർ ബട്ടൺ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇത്രയും നാൾ ഈ ഒരു സ്ക്രബ്ബർ ബാർ ആയിരുന്നില്ല, കുറച്ചും കൂടെ ഈ പറയുന്ന ഫോട്ടോസിൽ ഒന്ന് സിങ്കായി പോകുന്ന ഒരു സ്ക്രബ്ബർ ബാർ ആയിരുന്നു. പക്ഷേ ഈ ഒരു വട്ടം വരുമ്പോൾ ഒരു സെപ്പറേറ്റ് ടാബ് തന്നെയാണ് ഈ പറഞ്ഞ വീഡിയോ സ്ക്രബിങ് ഏരിയക്ക് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആ സ്ക്രബിങ് ബാറും ടൈമും അതിൻ്റെ ചെറിയൊരു സെപ്പറേഷനും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മാറ്റം മാത്രമല്ല, നമുക്ക് ഒരു ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ പറയുന്ന ഡാറ്റ, എല്ലാ ഡീറ്റെയിൽസിൻ്റെയും ഈ പറയുന്ന ഡാറ്റ കുറച്ചും കൂടെ ഫ്രോസ്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സെയിം ഈ പറയുന്ന ഫോട്ടോ തന്നെ നമ്മൾ iOS 26 നമുക്ക് ആക്സസ് ചെയ്യാം. നേരെ ഈ പറയുന്ന ഫോട്ടോസ് ആപ്പ് എടുത്തു. ഫോട്ടോസ് ആപ്പ് എടുത്തിട്ട് നമുക്ക് നേരെ ഈ പറയുന്ന സെയിം ഫോട്ടോ തന്നെ ആക്സസ് ചെയ്യാം. നേരെ നമ്മുടെ ഈ പറയുന്ന ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് സെയിം ഈ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴത്തെ 2 ഓപ്ഷൻസിൽ 26.1 ഒരു ഫ്രോസ്റ്റഡ് ഓപ്ഷൻ വന്നുകൊണ്ട് ആ ഒരു ഡാറ്റാസും ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പൊക്കത്തായതുകൊണ്ടും നിങ്ങൾക്ക് 26 ഈ പറഞ്ഞ ഡാറ്റാസ് കുറച്ച് കാണാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഡേറ്റ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ 26.1 വരുമ്പോൾ അത് കുറച്ച് ഫ്രോസ്റ്റഡ് ആയതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട്
ആക്സസ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് 26.1 വന്ന ഈ ഒരു ഫോട്ടോ ഫ്രോസ്റ്റർ ഓപ്ഷനാണ്. അടുത്ത വരുന്ന ചേഞ്ച് നമ്മുടെ ഫോൺ ആപ്പിലാണ്. ഫോൺ ആപ്പിൽ ഡയലർ ഓപ്ഷനിലും ഈ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇതിപ്പോൾ ഡാർക്ക് മോഡായിട്ടാണ്. നേരെ നമുക്ക് ഈ പറഞ്ഞ ലൈറ്റ് മോഡിലേക്ക് ആക്സസ് ചെയ്യാം. ലൈറ്റ് മോഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഡയലർ എല്ലാം കറക്റ്റായിട്ട് ബ്ലെൻഡായി പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പോൾ 26ൻ്റെ ആ ഒരു അപ്ഡേഷൻ ചേഞ്ച് ഞാനിപ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നേരെ ഫോൺ ആപ്പ് എടുക്കാം. ഡയലറിൽ ഈ പറയുന്ന ഡാർക്ക് മോഡിലിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ റൗണ്ട് എല്ലാം ഭയങ്കര വിസിബിളാണ്. ജസ്റ്റ് നമുക്ക് ലൈറ്റ് മോഡ് ഇടാം. ലൈറ്റ് മോഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ചേഞ്ച്. ഇവിടെ ഈ പറയുന്ന ഡയലർ കുറച്ചും ആക്സസിബിൾ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക പോപ്പ് ഔട്ട് ഇതാണ് കാണുന്നത്. പക്ഷേ 26.1 വരുമ്പോൾ ഇത് നല്ല രീതിക്ക് ബ്ലെൻഡായിട്ടാണ് ഈ പറയുന്ന ഡയലർ സ്ക്രീൻ സിങ്ക് ആവുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന കുറേയധികം ബഗ് ഫിക്സസും ബഗുകളും നമുക്ക് നോക്കാം. മേജറായിട്ട് വന്ന ബഗ് ഫിക്സ് എന്ന് പറയുന്നത് നമുക്ക് വൈഫൈയുടെ ഒരു കണക്റ്റീവ് ഇഷ്യൂ ഐഫോൺ 17 സീരീസിലും അതോടൊപ്പം എയർ സീരീസിലും ആപ്പിൾ നോട്ടീസ് ചെയ്തായിരുന്നു. ഈ പറഞ്ഞ പുതിയ എല്ലാ അപ്ഡേഷൻസിലും ആപ്പിൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കണക്റ്റീവായ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാനാണ്. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസും വൈഫൈ ഇഷ്യൂസും വരികയാണെങ്കിൽ അവരുടെ യൂസർ എക്സ്പീരിയൻസ് നല്ല രീതിക്ക് ബാധിക്കുന്ന ആപ്പിളിനറിയാം. അതുകൊണ്ട് iOS 26.1ൻ്റെ ഈ ഒരു ബേറ്റയിൽ വൈഫൈയും അതോടൊപ്പം കണക്റ്റീവായ ഇഷ്യൂ മാക്സിമം ആപ്പിൾ കുറച്ചിട്ടുണ്ട്. നേരെ നമുക്ക് ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഫീഡ്ബാക്ക് ആപ്പിൽ റീസെൻ്റ് ആക്ടിവിറ്റിയിൽ നമ്മൾ iPadOSൻ്റെയും iOSൻ്റെയും ഈ പറഞ്ഞ റിലീസ് നോട്ട് നോക്കുമ്പോൾ കുറേ ചേഞ്ചസ് നമുക്ക് മനസ്സിലാവും. നേരെ ഡാർക്ക് മോഡിലേക്ക് ആക്സസ് ചെയ്യാം. ഈ പറയുന്ന iOS 26ൽ ഏകദേശം 37 കാറ്റഗറിയിലായിരുന്നു നോൺ ഇഷ്യൂസും റിസോൾവ് ഇഷ്യൂസും ആപ്പിൾ കാറ്റഗറൈസ് ചെയ്തത്. പക്ഷേ iOS 26.1 വരുമ്പോൾ അത് ഭയങ്കര കുറവായിട്ടാണ് ഈ പറഞ്ഞ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് മാക്സിമം ബഗ് ഈ പറഞ്ഞ അപ്ഡേഷനിൽ ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം റിസോൾവ് ഇഷ്യൂസും അതോടൊപ്പം ന്യൂ ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് സിറിയിൽ നമുക്ക് നോൺ ഇഷ്യൂസ് കാണാൻ പറ്റുന്നത്. ഇതേപോലെ നമുക്ക് കുറച്ചധികം നോൺ ഇഷ്യൂസ് മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ പറഞ്ഞ നോൺ ഇഷ്യൂസിൽ വന്നിരിക്കുന്നത് സ്വിഫ്റ്റ് UIയിലും ഒരു നോൺ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇതേപോലെ മാക്സിമം ബഗ് കുറച്ചാണ് iOS 26.1ൻ്റെ ബീറ്റ 1 ആപ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ നിങ്ങൾക്ക് ബഗുകളോ മേജറായിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ iOS 26ൻ്റെ ഫീഡ്ബാക്ക് ആപ്പിലൂടെ ആപ്പിളിനെ അറിയിക്കാവുന്നതാണ്. ഈ ഓരോ ബഗുകളും നിങ്ങളുടെ ഫോണിൽ ഫീൽ ചെയ്യുമ്പോൾ ആപ്പിൾ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ആപ്പിളിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. പിന്നീട് ഈ ഒരു അപ്ഡേഷൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയ പോലെയാണ് ഈ ഒരു അപ്ഡേഷൻ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക, ഇത് iPhone 11 ആണ്. ഇത്രയും ഓൾഡ് ജനറേഷൻ ആയ ഫോണിൽ പോലും ഈ ഒരു സ്മൂത്ത്നെസ് ആപ്പിളിന് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാറ്ററി എനിക്ക് ഈ ഒരു ഡിവൈസിൽ സ്ലോ ആണ്, അല്ലെങ്കിൽ ഭയങ്കര വീക്കാണ്. കാരണം എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് തന്നെ അത്യാവശ്യം സർവീസാണ്. 73%ലാണ് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. സോ എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ വലിയ ഒരു ബാറ്ററി ഗെയിനോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ബാറ്ററി ലോസോ ഫീൽ ചെയ്യുന്നില്ല. തറവായിട്ടൊരു 3-4 ദിവസം യൂസ് ചെയ്തതാണ് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഹീറ്റിംഗ് ഇഷ്യൂ പറയുകയാണെങ്കിൽ ആഫ്റ്റർ അപ്ഡേഷൻ എനിക്ക് ഈ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ബാറ്ററിയും ക്യാമറ മോഡ്യൂളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ചൂട് ഫീൽ ചെയ്തു. അത് അപ്ഡേറ്റിന് ശേഷം നോർമലാണ്. പക്ഷേ സെയിം ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഈ പറയുന്ന തെർമൽ ഇഷ്യൂസോ പെർസിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഡേയ്സിലും അതോടൊപ്പം വീക്സിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓതറൈസ്ഡ് ആയ സർവീസ് സെൻറ്ററിൽ എത്രയും വേഗം കാണിക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഫോൺ ചൂടാവുന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് നമ്മുടെ ഡിവൈസ് ചൂടാവുന്ന ഒരു പ്രക്രിയയാണ്. അതോടൊപ്പം നിങ്ങൾ പേടിക്കേണ്ട. ഇനി iOS 26ൻ്റെ പുതിയ മാറ്റങ്ങളും അതോടൊപ്പം പുതിയ അപ്ഡേഷൻസും എന്നാണ് വരാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു വീക്കിൽ തന്നെ മിക്കവാറും iOS 26.0.1 എന്ന പുതിയ അപ്ഡേഷൻ ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് പാസ്റ്റ് ഇയേഴ്സിൽ ആപ്പിൾ ഫോളോ ചെയ്യുന്ന ആ ഒരു അപ്ഡേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇനി ഈ ഒരു മാസം നമുക്ക് iOS 26ൻ്റെ ബീറ്റ 2 വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അതിന് പകരം ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബറിലായിരിക്കും പുതിയ ബീറ്റാസ് ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒക്ടോബർ മന്തിൽ തന്നെ നമുക്ക് കുറച്ച് പുതിയ ഹാർഡ്വെയറും ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഐപാഡോ മാക്ബുക്കോ അല്ലെങ്കിൽ പുതിയ എയർടാഗോ ഹോം പോഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റുകൾ ഒരു ചെറിയ ഇവൻറ്റ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു പ്രസ് റിലീസ് പോലെ ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം ആപ്പിൾ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് iOS 26.1 വന്ന പുതിയ ബീറ്റ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക.
ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് ജെബിൻ സേവിയ signing from Evika.